രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അങ്ങനെ ഇനി ആര് വിചാരിച്ചാലും തന്നെ തടയാൻ പറ്റില്ല, തന്റെ ലക്ഷ്യം ഇതാ നിറവേറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിച്ച് സസന്തോഷൻ രാവണൻ ആകാശത്തൂടെ പോകുമ്പോ സീത നിലവിളിക്കാണ്, ഹാ രാമ ഹാ ലക്ഷ്മണ എന്നിങ്ങനെ. ആ ശബ്ദം ആ കാനനദേശം മുഴുവൻ മാറ്റൊലി കൊണ്ടു. അപ്പോഴുണ്ട് പർവ്വതം പോലെ ഭീമാകാരനായിരിക്കുന്ന ഒരു കഴുകൻ തന്റെ തേരിന് നേരെ, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ആ രഥത്തിന് നേരെ, വിമാനത്തിന് നേരെ പാഞ്ഞു വരുന്നു. ദൃഷ്ടദൃഷ്ടാഗ്രേ മമസ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു ദുരാത്മാവേ? ചോദിക്കുകയാണ് ആ ഗൃധ്രൻ, ആ കഴുകൻ. നിൽക്ക് നിൽക്ക് എന്ന് അലറുകയാണ്. എന്റെ സ്വാമിയുടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പത്നിയെയും കട്ടുകൊണ്ട്, അല്ലയോ മൂഢാത്മാവേ, ബുദ്ധിയില്ലാത്തവനെ, ബുദ്ധിയുള്ളവരാരെങ്കിലും ഈ പ്രകാരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമോ? ആ ദേവിയെയും കട്ടുകൊണ്ട് നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തടയുകയാണ്. രാവണൻ ഉടനെ തന്നെ ആ പക്ഷിയെ ആട്ടി ഓടിക്കാൻ, ചമ്മട്ടി കൊണ്ട് തല്ലി ഓടിക്കാനായിട്ട് സാരഥിയോട് പറഞ്ഞു. അത്രയ്ക്കേ ഉള്ളൂ എന്ന് കരുതി. പക്ഷേ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ പക്ഷി താൻ വിചാരിച്ച പ്രകാരത്തിൽ നിസ്സാരനായ ഒരു പക്ഷിയല്ല. ആ പക്ഷി ആകാശത്ത് പറന്ന് തന്റെ നേരെ ആക്രമണം നടത്തുന്നു. ഉടൻ തന്നെ വില്ലെടുത്തു അത് കുലച്ച് അമ്പ് ചെയ്തു. പക്ഷെ എന്തു ചെയ്യാം, ആ അമ്പുകളൊന്നും പക്ഷിയുടെ പുറത്ത് കൊള്ളുന്നില്ല. എന്ന് മാത്രമല്ല, വില്ലിൽ ചാടി വീണിട്ട് തന്റെ കാലുകൾ കൊണ്ട് വില്ലിനെ പിടിച്ച് ഓടിച്ചു കളയുന്നു. എത്ര വില്ല് എടുക്കുന്നുവോ ആ വില്ലെല്ലാം ആ നിമിഷം തന്നെ ഓടിച്ചോടിച്ച് ദൂരേക്കെറിയുന്നു. കൊക്കുകൾ കൊണ്ട് തന്നെ കുത്തി മുറിവേൽപ്പിക്കുന്നു. തന്റെ കിരീടങ്ങൾ എല്ലാം തന്നെ തട്ടി ദൂരത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചിറകുകൾ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പ്രഹരിക്കുന്നു. ചിറകടിച്ചിട്ട് കുതിരകളെ കൊന്നു, സാരഥിയെ കൊന്നു, തേരിനെ അടിച്ചുടച്ചു. തേര് ഭൂമിയിലേക്ക് വീഴാണ്. രാവണൻ സീതയോടൊപ്പം തേരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ചാടി. അപ്പോൾ ഒരു നിവൃത്തിയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പക്ഷി തന്നെ സംഹരിക്കും എന്ന് രാവണന് ബോധ്യമായി. ഉടനെ തന്നെ ചന്ദ്രഹാസമെടുത്തു. ചന്ദ്രഹാസമെടുത്തിട്ട് ആ പക്ഷിയുടെ ചിറകല് ആഞ്ഞുവെട്ടി. ചന്ദ്രഹാസം അമോഘമാണ്, അത് ഫലിച്ചിരിക്കും. അങ്ങനെ ചിറകറ്റ് ആ പക്ഷി നിലത്തേക്ക് വീണു. ആ പക്ഷിയുടെ വാക്കുകള്, രാവണനോടുള്ളതായ പ്രതിവചസ്സുകള് വളരെ നാടകീയമായിട്ട് ആ പക്ഷിയുടെ മനോഭാവത്തെയും ഭക്തിയെയും കരുത്തിനെയും ഒക്കെ പ്രകടമാക്കുമാറ് അനേകം കാവ്യകാരന്മാര് നമുക്ക് എഴുതി തന്നിട്ട്. വാൽമീകി രാമായണത്തിൽ തന്നെ നമുക്ക് കാണാം. 60 വർഷസഹസ്രാണി മമ ജാതസ്യ രാവണ. അല്ലയോ രാവണ, ഞാൻ ജനിച്ചിട്ട് 60,000 വർഷമായി. ഇതാണ് എന്റെ പ്രായം. എന്റെ പ്രായത്തിന്റെ മുന്നിൽ നീ നന്നേ കൊച്ചു കുഞ്ഞ്, നിനക്ക് ഈ പ്രായം ഒന്നുമില്ലല്ലോ. വൃദ്ധോഹം, ഞാൻ വൃദ്ധനാണ്. നീയാകട്ടെ ത്വം യുവ, നീ നല്ല ചെറുപ്പക്കാരൻ. എനിക്ക് ആയുധങ്ങളൊന്നുമില്ല. ആകെയുള്ള ആയുധം എന്ന് പറഞ്ഞാൽ കൊക്കുകളും നഖങ്ങളും ചിറകുകളുമാണ്. നീയാകട്ടെ ധന്വി, വില്ലുകളുണ്ട്. ഇഷ്ടം പോലെ വില്ല് തേരില് സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. ധന്വി, വില്ലുണ്ട് നിന്റെ കയ്യില്. സരഥ കവചീശ്വരി, നിനക്ക് യാത്ര ചെയ്യാൻ വേണ്ടി രഥമുണ്ട്. ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കവചമുണ്ട്. അതേപോലെ തന്നെ ദൂരെയുള്ള ഏത് ലക്ഷ്യത്തെയും വ്യഥിക്കാൻ പാകത്തിനുള്ള നല്ല കൂർത്തുമൂർത്ത അമ്പുകളുമുണ്ട്.
തഥാവി ഇങ്ങനെയൊക്കെ ആണെങ്കിലും യുദ്ധത്തിന്റെ സങ്കേതം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നീ എല്ലാ പ്രകാരത്തിലും മുന്നിലാണ്. എങ്കിലും ആദായ വൈദേഹിയും കുശലീന ഗമിഷ്യസി, ഈ ഞാൻ കണ്ടുകൊണ്ടിരിക്കവേ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് സുഖമായി ലങ്കയിലേക്ക് പോകാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല, നീ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജടായുവിന്റെ ആക്രമണം. ആ ജടായുവിനെ വെട്ടിയിട്ടു. നമ്മുടെ കേരളത്തില് ജടായു വീണതായിട്ട് സങ്കല്പിക്കപ്പെടുന്നതായ ഒരു സ്ഥലമുണ്ട്, തിരുവനന്തപുരം ജില്ലയില് ചടയമംഗലം. അവിടെ MC റോഡിലൂടെ തിരുവനന്തപുരത്ത് നിന്നിട്ട് കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ MC റോഡിലൂടെ ചടയമംഗലത്ത് എത്തുമ്പോഴേക്കും വളരെ ദൂരെ വെച്ച് തന്നെ വലിയൊരു പാറ ആകാശം മുട്ടി നിൽക്കുന്നത് കാണാൻ കഴിയും. അതാണ് ജടായു വീണതായി സങ്കല്പിക്കപ്പെട്ടിരുന്നതായ പാറ. അതിന്റെ മുകളില് രാമപാദമുണ്ട് എന്ന് മാത്രമല്ല, ജടായു വീണ സ്ഥലമുണ്ട്, ജടായുവിന്റെ കൊക്ക് ഉരഞ്ഞതായ കൊക്കരണിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ വർഷങ്ങൾ മുമ്പ് ആ പാറയുടെ മുകളില് കോദണ്ഡരാമനെ പ്രതിഷ്ഠിച്ചു. 13 അടി ഉയരമുള്ളതായ അത്ഭുതകരമായ വിഗ്രഹമാണത്. ഇപ്പോൾ ആ വിഗ്രഹത്തെ ഒരു ശ്രീകോവിലിനുള്ളിലാക്കി അദ്ദേഹം പ്രതിഷ്ഠിച്ചതിന് ചുറ്റുമായിട്ട് ശ്രീകോവിൽ നിർമ്മിച്ചു. ശ്രീചക്രത്തിന്റെ ആ രൂപത്തില് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രീചക്ര മഹാമേരുവാണ് എന്ന് തോന്നും. ആ പ്രകാരത്തില് ശ്രീകോവിൽ നിർമ്മിച്ചു. അങ്ങനെ അതിന് ചുറ്റുമായിട്ട് ശ്രീകോവിൽ വളർന്നു. സ്വാമിജി പ്രതിഷ്ഠിച്ച് വർഷങ്ങളായിട്ട് വെയിലും മഞ്ഞും എല്ലാം കൊണ്ട് അവിടെ നിന്ന് ആ വിഗ്രഹം എല്ലാ വർഷവും ആളുകൾ അവിടെ എത്തി അവിടെ പൊങ്കാലയിടും എന്ന് മാത്രമല്ല ദിവസവും അവിടെ പൂജ നടത്തും ഒക്കെ ആയിരുന്നു. അവിടെ ആ ആളുകളുടെ, ആ നാട്ടുകാരുടെ എല്ലാവരുടെയും ശ്രമഫലമായിട്ട് ഒരു ക്ഷേത്രമുണ്ടായി സ്വാമിജിയുടെ അനുഗ്രഹത്താൽ. ആ ക്ഷേത്രത്തിലേക്ക്, ആ ജടായുപ്പാറയിലെ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലാൻ ഉള്ള പടിക്കെട്ടിന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പദം പദം രാമപാദം എന്നുള്ളതായ ഒരു മുദ്രാവാക്യവുമായിട്ട്, മന്ത്രവുമായിട്ട്. കരിങ്കലില് 1000-ൽ പരം പടികൾ വേണം അവിടെ കയറി ചെല്ലാൻ. അതിന്റെ പണി ശ്രീമാൻ കുമ്പനം രാജശേഖരൻ അവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം സ്വാമിജിയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഭക്തജനങ്ങൾ എല്ലാവരും ചേർന്നിട്ട്, ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷനും ആശ്രമവും ചേർന്നിട്ട് അവിടെ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ജടായു ഭൂമിയിലേക്ക് വീണു. രാമനെ കണ്ട് ഈ വൃത്താന്തം അറിയിക്കാൻ സാധിക്കട്ടെ എന്ന് സീതാദേവി ജടായുവിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഒരു പ്രാർത്ഥന കൂടി. അവിടെ ആ പാറയുടെ മുകളിലേക്ക് കയറി ചെല്ലാനുള്ള പടിയുടെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലെല്ലാവരും യഥാശക്തി പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ജടായുവിനെ അനുഗ്രഹിച്ചു. രാമനെ കാണുന്നവരെ പ്രാണൻ വെടിഞ്ഞു പോകരുത് എന്ന്. എന്നിട്ട് ദേവി പോയി. രാവണൻ സീതയെയും കൊണ്ട് ആകാശത്തിലൂടി ദക്ഷിണദിക്കിലേക്ക് പോകുമ്പോഴേക്കും പർവ്വതത്തിന്റെ മുകളില് 5 വാനരങ്ങള് ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. അദ്രിനാഥാഗ്രയെ കണ്ടു. പഞ്ചവാനരന്മാരെ, 5 വാനരങ്ങൾ, സുഗ്രീവനും 4 മന്ത്രിമാരുമാണ്. ദേവി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തന്റെ ഭൂഷണങ്ങളെല്ലാം, ആഭരണങ്ങളെല്ലാം എടുത്ത് താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ കുറെ ഭാഗം കീറി അതിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് നേരെ ആ വാനരന്മാരിയ്ക്കുന്നിടത്തേക്ക് അവരുടെ നടുവിലേക്ക് ഇട്ടു. ഭഗവാൻ ഇത് കാണാൻ ഇടവരട്ടെ, രാമഭദ്രന് കാണാൻ യോഗം വരികെന്ന് അകതാരിൽ സ്മൃത്വ. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് ഈ ആഭരണങ്ങൾ കാണാനുള്ളതായ അവസരം ഉണ്ടാകട്ടെ എന്ന മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ആഭരണങ്ങൾ അവിടെ ഇട്ടു. രാവണൻ ഇതറിഞ്ഞില്ല. ലങ്കയിലേക്ക് ചെന്നു രാവണൻ. എന്നിട്ട് ദേവിയെ അശോകവനത്തിൽ കൊണ്ടുചെന്ന് ഇരുത്തുകയാണ്.
ആ അശോകങ്ങൾ പല വെറൈറ്റി ഉണ്ട്, പല രീതിയിലുള്ളത് അശോകങ്ങളുണ്ട്, പല വിഭാഗങ്ങളുണ്ട് അശോകത്തിന്. അതിലെ ശിംശഭ എന്നു പേരായ പ്രത്യേക ഇനം അശോകവൃക്ഷം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തില് ജ്യോതിക്ഷേത്രത്തിന്റെ പുറകിലായിട്ട് സ്വാമിജി തന്നെ തൃക്കൈകൾ കൊണ്ട് ശിംശഭാ വൃക്ഷം നട്ട് വളർത്തിയിട്ടുണ്ട്. അത് വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു. വസന്ത ഋതു ആകുമ്പോഴേക്കും അത് നിറയെ മനോഹരങ്ങളായ ഉദയസൂര്യന്റെ അതേ വർണ്ണമുള്ളതായ പൂങ്കുലകളെ കൊണ്ട് നിറയും. അങ്ങനെ ശിംശഭാ വൃക്ഷത്തിന്റെ ചുവട്ടില് സീതാദേവിയെ കൊണ്ടിരുത്തി. എന്നിട്ട് രാക്ഷസിമാരെ ചുറ്റും ദേവിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കാൻ കൽപ്പിച്ചു. പറഞ്ഞ് ദേവിയെ മനസ്സിലാക്കിച്ചിട്ട് ദേവിയുടെ മനസ്സ് രാമനിൽ നിന്ന് ഇളക്കി എന്നിലേക്ക് കൊണ്ടെത്തിക്കണം, ഇത് നിങ്ങളുടെ ചുമതലയാണ് എന്ന് പറഞ്ഞ് രാക്ഷസിമാരെ ഏൽപ്പിച്ചിട്ട് ആ വിദ്വാൻ കൊട്ടാരത്തിലേക്ക് പോയി. രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ജലപാനം പോലും ചെയ്യാതെ വെയിലും മഞ്ഞും അതേപോലെ തന്നെ മാരിയും എല്ലാം സഹിച്ചുകൊണ്ട് ദേവി അവിടെ ആ ശിംശഭാ വൃക്ഷച്ചുവട്ടിൽ ഇരിക്കാൻ. ഈ അവസരത്തില് ശ്രീരാമചന്ദ്ര മഹാപ്രഭു മാരീചനെ കൊന്നല്ലോ, വളരെ വേഗത്തിൽ തിരിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങുന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും വഴിക്ക് വച്ചിട്ട് ലക്ഷ്മണനെ കണ്ടു. ലക്ഷ്മണകുമാരൻ കാര്യങ്ങൾ പറഞ്ഞു. ദേവി എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് അയച്ചതാണ് എന്ന് പറഞ്ഞു. എങ്കിലും പറഞ്ഞു, അല്ലയോ കുമാര, ദേവി അവിടെ ഏകയായിട്ട് അവിടെ ആക്കിയിട്ട് വന്നത് ശരിയായില്ല എന്ന് ലക്ഷ്മണനോട് പറയുന്നുണ്ട് അദ്ദേഹം. എന്തിനു വേണ്ടി വെച്ചു കഴിഞ്ഞാല് ലക്ഷ്മണന് ഇതിന്റെ പിന്നിലുള്ളതായ ആ ദേവ രഹസ്യം അറിയുവാനുള്ളതായ അവസരം കൊടുക്കരുത്. അതിനു വേണ്ടിയിട്ട് നേരെ ഓടി ആശ്രമത്തിലെത്തി. അവിടെ ദേവിയെ കാണുന്നില്ല. അപ്പോഴേക്കും ദേവി എങ്ങോട്ട് പോയി? അവിടെ മുഴുവൻ ഓടി നടന്ന് അന്വേഷിച്ചു. ഹാഹാ വല്ലഭേ സീതേ, ഹാഹാ മൈഥിലീനാഥേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ എല്ലാം ദേവിയെ അന്വേഷിക്കുകയാണ്. ലക്ഷ്മണന് താൻ യഥാർത്ഥത്തിൽ ദേവിയെ പിരിഞ്ഞ് ദുഃഖിതനായിട്ട് ഓടി നടക്കുന്നു എന്നുള്ളതായ തോന്നലുണ്ടാകണമെങ്കിൽ ഈ അവതാര കാര്യം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനായി സാധിക്കുള്ളൂ. അവിടെ മുഴുവൻ അന്വേഷിച്ച് ഒന്നും കാണുന്നില്ല. ആരോട് ചോദിക്കാൻ? മനുഷ്യരാരും അടങ്ങും ഇല്ലല്ലോ. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. താമരപ്പൂവിന്റെ ഇതളുകളുടെ ആകൃതിയുള്ള കണ്ണുകളോടുകൂടിയ ആ സീതാദേവിയെ, അല്ലയോ വനദേവതമാരെ നിങ്ങൾ കണ്ടോ, മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ എന്നിങ്ങനെ മരങ്ങളോടും വള്ളികളോടും മൃഗങ്ങളോടും മാനുകളോടും പക്ഷികളോടും പുഷ്പങ്ങളോടും തളിരില്ലകളോടും പുല്ലിനോടും എല്ലാത്തിനോടും ചോദിച്ചുകൊണ്ട് രാമൻ സീതയെ അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടക്കുകയാണ്. രാമനോടൊപ്പം ലക്ഷ്മണകുമാരനും. ആ അവസരത്തില് പർവ്വതം പോലെ ഒരാള് കിടക്കുന്ന കണ്ടു. അപ്പോ ഇതായിരിക്കാം ദേവിയെ അപഹരിച്ച രാക്ഷസനെന്ന് ആദ്യമൊന്ന് ചിന്തിച്ചു. അടുത്ത നിമിഷത്തില് അത് ജടായുവാണ് എന്ന് മനസ്സിലായി. തന്റെ പിതാവായിരിക്കുന്ന ദശരഥ മഹാരാജാവിന്റെ സുഹൃത്ത് താനിവിടെ പഞ്ചവടിയിൽ വന്ന് പാർക്കുമ്പോഴേക്കും തന്നെ കണ്ടു. എന്നിട്ട് തന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, എന്റെ സേവനം അങ്ങയുടെ പാദങ്ങളിൽ വേണ്ടുന്ന അവസരങ്ങളിലെല്ലാം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് ജടായുസ് പറയുകയും ചെയ്തിരുന്നു. ആ ജടായുസാണ് എന്ന് മനസ്സിലായി. ആ ജടായുസ് വെട്ടേരി കിടക്കുന്നു എന്നറിഞ്ഞു. ദുഃഖത്തോടുകൂടിയിട്ട് കണ്ണുനീര് ധാരധാരയായി പ്രവഹിപ്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഓടി ജടായുസിന്റെ അടുത്ത് ചെന്നു. ജടായുവിന്റെ സമീപത്തിരുന്നു. ആ ജടായുവിന്റെ ശിരസ്സെടുത്ത് തന്റെ മടിയിൽ വെച്ചു. ജടായുവിനെ തലോടി. അപ്പോഴേക്കും ജടായു രാമനോട് പറഞ്ഞു, രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും. രാക്ഷസന്മാരുടെ മുഴുവൻ അധിപതിയായിരിക്കുന്ന രാവണൻ സീതാദേവിയെ ദക്ഷിണദിക്കിലേക്ക് തെക്കേ ദിക്കിലേക്ക് കൊണ്ടുപോയി എന്നങ്ങ് അറിഞ്ഞുകൊള്ളുക. ജടായു ആരാണ് സീതാദേവിയെ അപഹരിച്ചത്, എങ്ങനെയാണ് അപഹരിച്ചത്
എന്നെല്ലാം ഭഗവാനോട് പറഞ്ഞു. അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയെ കണ്ടുകൊണ്ട് തന്നെ പ്രാണൻ വെടിയുവാനുള്ളതായ അവസരം എനിക്ക് കൈവന്നത് അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ്. എൻ്റെ ജീവിതം ധന്യമായി കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ പുരുഷോത്തമ ദയാനിധേ, അങ്ങ് എൻ്റെ ഉള്ളിലും ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളുടെ ഉള്ളിലും വസിക്കുന്നു. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി അങ്ങയുടെ പാദങ്ങളിൽ ഇളക്കം കൂടാതിരിക്കണം. അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റ മുക്തനായ ഞാൻ എന്നു നൂനം. സകല കർമ്മബന്ധങ്ങളും എനിക്ക് ഇതാ തീർന്നു. ബന്ധങ്ങളെല്ലാം അറ്റുപോയി. ഞാൻ സ്വതന്ത്രനായി കഴിഞ്ഞിരിക്കുന്നു. അത് അങ്ങയുടെ ദർശനം ലഭിച്ചതുകൊണ്ടാണ്. അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. ഭഗവാൻ ജടായുസിനെ തലോടുന്നു. ജടായുസിന് മുക്തിയേകുന്നു. ജടായുസ് ആ സ്ഥൂല ശരീരത്തിൽ നിന്നിട്ട് വിട്ടു ദിവ്യരൂപിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയരുകയാണ്. ആ അവസരത്തിൽ ആ ശരീരത്തെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു യഥായോഗ്യം ദഹിപ്പിച്ച് ഉദകക്രിയകളെല്ലാം രാമൻ തന്നെ തന്റെ കരങ്ങൾ കൊണ്ട് ചെയ്യുകയാണ്. പിണ്ടവും അർപ്പിച്ച് വേണ്ടുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ദശരഥന് പോലും ആ മഹാഭാഗ്യം കിട്ടിയില്ല. ദശരഥന മഹാരാജാവ് മരിക്കുമ്പോഴേക്കും രാമൻ കൂടെ ഉണ്ടായിരുന്നില്ല. രാമൻ പിതാവിന് വേണ്ടിയിട്ട് താൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം പിന്നീട് ഭരതൻ വന്ന് ചിത്രകൂടത്തിലെത്തി തന്നോട് പറയുമ്പോഴാണ് രാമൻ ചെയ്യുന്നത്. അവിടെ ഭരതനാണ് ദശരഥന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചത്. ദശരഥൻ ലഭിക്കാത്തതായ ആ മഹാഭാഗ്യം ഇവിടെ ജടായുസിന് ലഭിക്കുന്നുണ്ട്.